ഗ്രാമപ്രദേശങ്ങളിൽ കൂടുന്ന ബസ്സുകൾ നിറഞ്ഞു പോവുകയാണ്, മിനി ബസ്സൊക്കെ. എല്ലാ MLA മാർക്കും വേണ്ടത് മിനി ബസ്സാണ്. എല്ലാവർക്കും പുതിയ ബസ്സുകൾ വേണം. എല്ലാ MLA ഇന്ന് 10 MLA എന്നോട് ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്ന കാര്യം പറഞ്ഞു. 10 എണ്ണം, 21 എണ്ണം, 31 ആവാൻ പോവുകയാണ്. ഇന്നൊരു MLA പറഞ്ഞു, ഞാൻ ഗ്രൗണ്ട് ശരിയാക്കി എനിക്ക് എല്ലാ സൗകര്യവും ഞാൻ ചെയ്തു തരാം, എനിക്ക് കൂടി ഒരു ഡ്രൈവിംഗ് സ്കൂൾ തരണം. ഞാൻ പറഞ്ഞു 32ാമത്തെ ഡ്രൈവിംഗ് സ്കൂൾ തരും എന്ന് പറഞ്ഞു. കാരണം ആ ഡ്രൈവിംഗ് സ്കൂൾ വിജയിച്ചു. നമ്മുടെ ബഡ്ജറ്റ് ടൂറിസം, ഇന്നലെ എന്താണ് ബഡ്ജറ്റ് ടൂറിസത്തിൽ വന്നത്? ബഡ്ജറ്റ് ടൂറിസം ഇന്നലെ ആദ്യമായി ഗുരുവായൂർ ദർശനം. ഇന്ന് അതിരാവിലെ പത്തനാപുരത്ത് പുറപ്പെട്ട ബഡ്ജറ്റ് ടൂറിസം 40 യാത്രക്കാർ ഗുരുവായൂർ ദേവസ്വത്തിൽ പുതിയ ക്യൂ കോംപ്ലക്സും കാര്യങ്ങളൊക്കെ അവർ ചെയ്യാണ്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്ന ഭാഗമായി നമ്മളുമായി KSRTCയുമായി ഗുരുവായൂർ ദേവസ്വം ഒരു ടൈപ്പിലെത്തുകയാണ്. KSRTC ബഡ്ജറ്റ് ടൂറിസത്തിൽ പോകുന്നവരെ ഗുരുവായൂർ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഡോർമെട്രിയിൽ എത്തിക്കും, എയർ കണ്ടീഷൻ ഡോർമെട്രിയിൽ എത്തിക്കും. അവിടെ ടോയ്ലറ്റിൽ പോകാനും കുളിക്കാനും ഒരുങ്ങാനുള്ള സൗകര്യം കിട്ടും. അവിടെ നിന്ന് കുളിച്ച് വൃത്തിയായി അവിടെ നിന്ന് ഒരു പ്രത്യേക ക്യൂവിലൂടി, ഈ 40 പേരാണ് പോകുന്നതെങ്കിൽ അവരെ BTC എടുത്ത് പ്രത്യേക ക്യൂവിലൂടി ഗുരുവായൂരപ്പനെ ദർശിച്ച് അരമണിക്കൂറിൽ പുറത്തേക്ക് വിട്ടു. ഇന്ന് വന്നവര് തൊഴുത് അരമണിക്കൂർ കൊണ്ട് പുറത്തിറങ്ങി. രാവിലെ ഞാൻ ഇതെല്ലാം അന്വേഷിച്ചിട്ടാണ് വന്നത്. ഞാൻ തന്നെ ഓപ്പറേറ്റ് ചെയ്തൊരു കാര്യമാണ്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനുമായിട്ടും അഡ്മിനിസ്ട്രേറ്ററുമായിട്ടും ബോർഡ് മെമ്പർമാരായിട്ടും സംസാരിച്ചൊരുക്കിയ ഒരു സംവിധാനമാണ്. ഈ പ്രത്യേക ലൈനിൽ കയറുക, അവർ പെട്ടെന്ന് തൊഴുക, അവർക്ക് ഇറങ്ങാം. അവിടെ നിന്ന് തിരുനാവായിലേക്ക് യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. ഏതാ ബസ്? ഞാൻ അന്വേഷിച്ചു. ഞാൻ ആ ബസ്സിന്റെ കോർഡിനേറ്ററൊക്കെ വിളിച്ചു. എല്ലാ സ്ഥലത്തു നിന്നും ഇനി വരുന്ന ഈ ടെമ്പിളുകളിൽ, ശബരിമലയിൽ നമുക്ക് പ്രത്യേകമായ ബഡ്ജറ്റ് ടൂറിസം അനുവദിച്ചു. അപ്പോൾ ഹൈക്കോടതി ചെന്ന് അവിടെ കുഴപ്പമുണ്ടാക്കാൻ നോക്കി. അപ്പൊ ഹൈക്കോടതി പറഞ്ഞു, കാര്യം വിശദീകരിച്ചു. പറഞ്ഞു സാരമില്ല, നടക്കട്ടെ എന്ന് പറഞ്ഞു. ധാരാളം യാത്രക്കാരെ, അയ്യപ്പ ഭക്തന്മാരെ ശബരിമലയിൽ BTC വഴി എത്തിക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് ഗുരുവായൂരൊക്കെ വരുമ്പോൾ 4 മണിക്കൂർ 5 മണിക്കൂർ കാത്തു നിൽക്കണം ക്യൂവിൽ. അത് ഒഴിവായി കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള പ്രായമായ അമ്മമാർക്കും സഹോദരിമാർക്കും എല്ലാം കൂട്ടൊന്നും ഇല്ലാതെ തന്നെ, പുരുഷന്മാരില്ലാതെ അവിടെ സുഖമായി എല്ലാവരുടെ കൂട്ടായിട്ട് നമ്മുടെ ബഡ്ജറ്റ് ടൂറിസത്തിൽ സേഫ് ആയിട്ട് പോയിട്ട് അമ്പലത്തിൽ കയറി പെട്ടെന്ന് തൊഴുത് ഇറങ്ങി പോരാൻ കഴിയുന്ന ഒരു സംവിധാനം, വളരെ സുഗമമായ ഒരു ദർശനം ഒരുക്കി കൊടുത്തുകൊണ്ട് BTC വലിയൊരു ചുവടുവെപ്പാണ്. ഗുരുവായൂർ ദേവസ്വവുമായി സഹകരിച്ചുകൊണ്ടുള്ള BTCയുടെ ഈ പദ്ധതി ഒരു വലിയ വിജയമായിരിക്കും. വളരെയധികം സംഖ്യ വരുന്ന ആളുകൾക്ക്, ഒരു പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, അമ്മമാർക്കും സഹോദരിമാർക്കും ഇത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. ഇത് ഒരു വലിയ ആകർഷണമാണ്. കാരണം അവിടെ ചെന്നാൽ മണിക്കൂറുകൾ നിൽക്കാതെ പ്രത്യേക ഒരു ക്യൂവിലൂടെ കയറി തൊഴുതു പോരാം. BTCയിൽ പോയാൽ അല്ലെ, വഴിയെന്ന് കയറിയാൽ പറ്റത്തില്ല കേട്ടോ, ആ വണ്ടി നിർത്തില്ല, അങ്ങോട്ട് പോവില്ല. ഈ BTC വണ്ടി മാത്രം പ്രത്യേകമായ ഒരു സ്ഥലത്ത്, കുടുംബശ്രീയുടെ ഒരു എയർ കണ്ടീഷൻ ഡോർമെട്രി ഉണ്ട്, അവിടെ എത്തിക്കും. ഗുരുവായൂർ ദേവസ്വമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോയി നിൽക്കുള്ളൂ. വണ്ടി അവിടെ നിർത്തി അവിടെ നിന്ന് ഡ്രസ്സ് ചെയ്ത് മാറി റെഡിയായി അവർക്ക് അമ്പലത്തിൽ തൊഴുത് തിരിച്ചു പോരാം എന്നുള്ള നിലയിലാണ് അത് ഒരുക്കിയിരിക്കുന്നത്.